കോടതിയിൽ നൽകിയിരിക്കുന്നു. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇരയെയും വേട്ടക്കാരനെയും വിളിച്ചുവരുത്തി കോൺക്ലേവ് നടത്താൻ തിടുക്കം കാണിക്കുന്ന സർക്കാരിനെ ബാക്ക് ഫുട്ടിലാക്കി ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിൽ എന്തുകൊണ്ട് കേസെടുത്തുകൂടാ എന്ന പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചത്. ഒന്ന്, ഇരയുടെ സ്വകാര്യത സംരക്ഷിച്ച് ആരോപണ വിധേയരായവർക്കെതിരെ നടപടിക്ക് എന്ത് തടസ്സം? ഹേമ കമ്മിറ്റിയോട് പറഞ്ഞ ദുരനുഭവങ്ങൾ പരസ്യമായി പറയാൻ ഇരകൾ എങ്ങനെ തയ്യാറാകാനാണെന്ന് രണ്ടാമത്തെ ചോദ്യം. ഹൈക്കോടതിയുടെ ഈ രണ്ട് ചോദ്യങ്ങളും സർക്കാരിന്റെ കടുംപിടുത്തത്തെ പൊള്ളിക്കുന്നതാണ്. ഇനിയെങ്കിലും സർക്കാരിന് നേരം വെളുക്കുമോ? അതല്ല കോൺക്ലേവ് എന്ന ചടങ്ങ് കാട്ടാനാണ് ഭാവമെങ്കിൽ വേട്ടക്കാരനെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൊടിയ അബദ്ധമായിരിക്കില്ലേ സർക്കാർ കാട്ടാൻ പോകുന്നത് എന്ന സംശയം ബലപ്പെടുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. എന്തിനാണ് സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നത്? ഇന്നത്തെ ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഇവയായിരുന്നു. സർക്കാർ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇത് പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. റിപ്പോർട്ടിൽ ഇനി എന്ത് നടപടിയാണ് സാധ്യമാകുന്നത്? എ ജിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: കേസെടുക്കാൻ പരിമിതിയുണ്ട്, പരാതി വന്നാൽ കേസെടുക്കാം, ആരോപിതരുടെ വിവരങ്ങൾ ഇല്ല, അതായത് വേട്ടക്കാരുടെ എന്ന് പറഞ്ഞ പൊതുസമൂഹം പറയുന്നവരുടെ വിവരങ്ങൾ ഇല്ല എന്ന കാര്യം സർക്കാർ പറയുകയാണ്. കുറ്റകൃത്യം അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല? കെ ബി ഗണേഷ് കുമാറും സംശയ നിഴലിൽ തുടങ്ങിയ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ചോദ്യങ്ങളായി ഉയരുകയാണ്. ഈ സമയത്തും ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സിനിമാ സംഘടനകളിൽ പോലും ഇക്കാര്യത്തിൽ രണ്ട് നിലപാടുകൾ വരികയാണ്. ഫിലിം ചേംബർ ഇക്കാര്യത്തിൽ ഭിന്നമായ നിലപാടെടുത്തിട്ടുണ്ട്. ഫിലിം ചേംബറിന്റെ ഔദ്യോഗിക നിലപാടിനെതിരെ ചേംബറിന്റെ ചില പ്രധാനപ്പെട്ട ഭാരവാഹികൾ രംഗത്തെത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരട്ടത്താപ്പാണ് എന്നുള്ള കാര്യമാണ് സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത്. ഇനിയെങ്കിലും കൃത്യമായ നിലപാടെടുത്തില്ലെങ്കിൽ ജനങ്ങൾ സിനിമാക്കാരെ കല്ലെറിയുന്ന ഒരു കാലം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും സാന്ദ്ര തോമസ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോഴും വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നത്? ഇരകൾക്കൊപ്പമാണെന്ന് പറയുകയും വേട്ടക്കാർക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇന്നത്തെ പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സനോജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അബിൻ വർക്കി, ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സജി നന്ദിയാട്ട്, റിട്ടയർഡ് പോലീസ് ഓഫീസർ ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ്. നടി ഉഷയും തത്സമയം ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ അബിൻ വർക്കി, ഇന്നും ഈ പരാതി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ നിർവാഹമില്ല എന്ന നിലപാട് എ ജിയും ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നുവല്ലോ നേരത്തെ മുഖ്യമന്ത്രി പോലും പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് മറിച്ചൊരു അഭിപ്രായ പ്രകടനമുണ്ടായി. അത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്നാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇങ്ങനെ പരാതി ഇല്ലെങ്കിലും കേസെടുക്കുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന്. അപ്പോൾ മന്ത്രിമാർക്ക് പോലും ഇത് ബോധ്യമാണ്. പക്ഷേ പുറത്തു പറയുന്നത് മറ്റൊരു വിധത്തിലാണ്. ബാലഗോപാൽ പക്ഷേ മറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് സർക്കാർ ഇങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉയർന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഈ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്നുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസക്തമായി മാറുകയാണല്ലോ. അത് സർക്കാരിനും അറിയാം. തീർച്ചയായിട്ടും മഞ്ജുഷ്, ഇതിനകത്ത് വളരെ കൃത്യമായി സർക്കാർ നടത്തുന്ന ഇരട്ടത്താപ്പ് ഒളിച്ചുകളിയും വളരെ വ്യക്തമാണ്. കാരണം 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇതേവരെ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ ആ വേട്ടക്കാരെ സംരക്ഷിച്ച നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. 2, ഇവിടെ ഒരു കൊഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസ് നടന്ന് 4.5 കൊല്ലമായിട്ട് അതിന്റെ അറിവ് കിട്ടിയിട്ടും ആ കൊഗ്നിസബിൾ ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താത്ത സർക്കാർ നടത്തിയത് ഒളിച്ചുകളിയാണ്, ഇരട്ടത്താപ്പാണ്, പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 4.5 കൊല്ലമായി കയ്യിലുണ്ടായിരുന്നിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വിടാതെ എങ്ങനെ വേട്ടക്കാരെ സംരക്ഷിക്കാം എന്നുള്ള നിലപാടാണ് സർക്കാർ എടുത്തത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോഴും സർക്കാർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അതായത് ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് പറയുന്നുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇത് പുറത്തു വിടുമ്പോൾ അതിന്റെ സീക്രസി നിലനിർത്തണം എന്നുള്ളതാണ്. ആ സീക്രസി നിലനിർത്തണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം സീക്രസി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ
ഇരകളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ആ ഇരകളുടെ പേര് വിവരങ്ങൾ അല്ലെങ്കിൽ തന്നെ നിയമപരമായി പരിരക്ഷയുള്ളതാണ്. അപ്പോ ആ ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണ്ട എന്നുള്ള സുപ്രീം കോടതി ഡയറക്ഷൻ മുന്നിൽ വെച്ചുകൊണ്ട് വേട്ടക്കാരെ എന്തിനാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അത് തന്നെയാണ് മന്ത്രി KN ബാലഗോപാൽ ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. സ്വമേധയാ കേസെടുക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞതാണ്, നമ്മളെല്ലാവരും കേട്ടതാണ്. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇന്ന് ചോദിച്ചിരിക്കുന്നത്. AGക്ക് ഏതായാലും ഒരു കാര്യത്തിൽ ഹൈക്കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്തൊരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ള, ഗുരുതരമായ സെക്ഷൽ അസോൾട്ട് കേസുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയും അത് നടന്നിട്ടുണ്ട് എന്ന് AGക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അബിൻ വർഗി, ഇതിന് സംശയം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ടില്ലല്ലോ. അത് വിവരാവകാശ കമ്മീഷണറുടെ വിലക്ക് അക്കാര്യത്തിലുണ്ടായിരുന്നു. ഹൈക്കോടതിയും അത് ശരിവെക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും സർക്കാർ പറയുന്നത്, ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ AG ഹൈക്കോടതിയിൽ പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ആരോപണ വിധേയരായ ആളുകളുടെ പേരില്ല എന്നാണ്. അത് ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്ന റിപ്പോർട്ടിൽ അത് ശരിയുമാണ്. ആരോപണ വിധേയരുടെ പേരില്ല, ആരൊക്കെയാണ് മൊഴി കൊടുത്തത് എന്നുള്ള വിവരവുമില്ല. ഇത് ഞങ്ങളുടെ പക്കലില്ല എന്ന് സർക്കാർ പറയുമ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ യഥാർത്ഥ വെർഷനാണോ അതോ ഇപ്പോൾ പുറത്തു വന്ന വെർഷനാണോ എന്ന കാര്യത്തിൽ നമുക്കും സംശയം ഉണ്ടാവുകയാണല്ലോ. പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടിൽ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 19ാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്, ഈ മാസ്റ്റർ റെക്കോർഡ്സിൽ എല്ലാ വിവരവും ഉണ്ട് എന്നാണ്. അതായത് അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന് വേണ്ടി പുറത്തുവിട്ട റിപ്പോർട്ടിൽ അത് ഇല്ല, മാസ്റ്റർ റെക്കോർഡ്സിൽ ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ സർക്കാർ ഇത് അറിഞ്ഞിട്ടില്ലേ അതോ അറിഞ്ഞിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണല്ലോ. AG പറഞ്ഞ വാദമനുസരിച്ച് സർക്കാർ അറിഞ്ഞിട്ടില്ല ആർക്കൊക്കെ എതിരെയാണ് ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് എന്ന്, മൊഴി കൊടുത്തത് ആരൊക്കെയാണ്, ഈ കാര്യങ്ങളൊന്നും. ഇന്ന് AG പറഞ്ഞത് അങ്ങനെയാണ്. അതായത് ശ്രീ മഞ്ജുഷ്, താങ്കൾ ഉദ്ധരിച്ച ആ 19ാമത്തെ പോയിന്റ് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഇതിന്റെ മാസ്റ്റർ റെക്കോർഡ്സിൽ എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പിന്നെ ഈ മൊഴി കൊടുത്ത ആളുകൾ കൊടുത്ത തെളിവുകൾ, ആ തെളിവുകൾ വളരെ വ്യക്തമാണ്. അതായത് സീരിയസ് ഓഫ് സെക്ഷൽ ഒഫൻസുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ഒരെണ്ണമല്ല നടന്നിരിക്കുന്നത്, രണ്ടെണ്ണമല്ല നടന്നിരിക്കുന്നത്, സീരിയസ് ഓഫ് സെക്ഷൽ ഒഫൻസുകളാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് സർക്കാർ അത് അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് സർക്കാർ, നിങ്ങൾ ഈ പറയുന്നത് പോലെ വിവരാവകാശ കമ്മീഷണർ അല്ല ആദ്യം ഈ റിപ്പോർട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മുടക്കിയത്. കാരണം ഈ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഇതിന്റെ വിവരാവകാശം വെച്ചു. ആ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ അപ്പലേറ്റ് അതോറിറ്റിയായ മറ്റൊരു ഓഫീസറെ കണ്ടു, ആ ഓഫീസറും ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിവരാവകാശ കമ്മീഷണർ എടുത്തിട്ട് പോകുന്നത്. അതായത് സർക്കാരിനൊന്നും മറക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ ഈ 2 പ്രാവശ്യം ആ വിവരാവകാശ ഓഫീസർ തന്നെ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മറച്ചത്? എന്റെ കാരണം എന്താണ്? സർക്കാരിന് ഇതിനകത്ത് പൂർണ്ണമായ ഒളിച്ചുകളിയും അറിവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ സർക്കാർ ഇവിടെ പല നടപടികളും എടുക്കുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് എന്താ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ എടുക്കുന്നതെന്നാണ്. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ നടപടികൾ എടുക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കാതെ സർക്കാർ അതിന്റെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് അറിഞ്ഞത് എങ്ങനെയാണ്? ശരിയാണ്, പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ ശ്രീ VK സനോജ് കൂടി ചേരുകയാണ്. ശ്രീ VK സനോജ്, ഈ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കൽ കിട്ടിയിട്ടും ഈ കോൺക്ലേവിൽ എന്തുകൊണ്ടാണ് സർക്കാർ തങ്ങളുടെ തീരുമാനം ആ രീതിയിലേക്ക് പോകുന്നത്? അതിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ ഇപ്പോഴും. ഇവരെ കൂട്ടിയിരുത്തി ഒരു ചർച്ച നടത്തി ഒരു സിനിമാ നയം രൂപീകരിക്കാൻ പോവുകയാണ്, കറക്റ്റീവ് മെഷർ എടുക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ കുറ്റത്തെ അവിടെ എന്തുകൊണ്ടാണ് സർക്കാർ മറച്ചുവെക്കുന്നത്? എന്തുകൊണ്ടാണ് അതിന്മേലൊരു നടപടി ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ ഈ രീതിയിലാണോ ഉത്തരം നൽകേണ്ടത്? പരാതി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒരു നടപടിയും ഇല്ല എന്ന് ഇന്ന് കോടതി ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഈ മൊഴി കൊടുത്ത ആളുകളെല്ലാം പരാതിയുമായി മുന്നോട്ട് വരുമോ എന്ന്, അത് അങ്ങനെ വരുവാൻ തയ്യാറാകുമോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. അതൊരു അനുഭവമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇവർക്ക് ഈ സർക്കാരിന്റെ തന്നെ ഒരു സംവിധാനത്തിന് മുന്നിൽ വന്ന് പരാതി കൊടുക്കുവാൻ കഴിഞ്ഞു. അതാണല്ലോ മൊഴി രൂപേണ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും പരാതി വേണമെന്ന് ആവശ്യപ്പെടുന്ന സർക്കാർ സംവിധാനം എന്താണ് ഉദ്ദേശിക്കുന്നത്? മഞ്ജുഷേ, ഈ വിഷയം രാഷ്ട്രീയമായി ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? മലയാള സിനിമയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഹേമ കമ്മിറ്റി വളരെ വിശദമായ അന്വേഷണം നടത്തിയത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വേണ്ടി വെച്ചത്. ഏതെങ്കിലും ഒരു സംഭവത്തെ മുൻനിർത്തിയിട്ടല്ല. മലയാള സിനിമാ ലോകത്ത് നിലനിൽക്കുന്ന തികച്ചും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പലവിധത്തിലുള്ള പ്രവണതകൾ,
അപ്പൊ അതിനെതിരായിട്ടുള്ള വലിയ വികാരം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വളരെ ഗൗരവത്തിലാണ് കണ്ടത്. ആ റിപ്പോർട്ട്, ആ ശുപാർശകൾ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ, ഇടപെടലുകൾ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ഇവിടെ പരാമർശിച്ച കോൺക്ലേവ്, ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരയാക്കപ്പെട്ട ആളുകളും അതിനകത്ത് പീഡനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെയും എന്തോ ഒരു മധ്യസ്ഥ ചർച്ച എന്ന രൂപത്തിലാണല്ലോ ഇവിടെ അവതരിപ്പിക്കുന്നത്. കോൺക്ലേവിന്റെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മഞ്ജുഷിന്റെ കയ്യിൽ അതിന്റെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അപ്പൊ ഇങ്ങനെയായിരിക്കും കോൺക്ലേവ് നടക്കുക എന്ന് ആരോ ഒന്ന് പറയുകയാണ്. അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് കോൺക്ലേവ് തടയുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അതൊക്കെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യം മാത്രമേ അതിനകത്തുള്ളൂ. കോൺക്ലേവ് എന്ത്, എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പൊ നമുക്ക് ശരി, കോൺക്ലേവ് നടത്തിക്കോളൂ, കോൺക്ലേവ് നടക്കട്ടെ. അതിനെ തടയുമെന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺക്ലേവ് നടക്കട്ടെ. പക്ഷെ കോൺക്ലേവിനേക്കാൾ പ്രധാനം ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള മൊഴിയല്ലേ ശ്രീ വി കെ സനോജ്? അതിന്മേലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകാത്തത് എന്താണ്? ശരി, തുടക്കത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ആരും പരാതിയുമായി വന്നിട്ടില്ല എന്നൊക്കെ സർക്കാർ പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയല്ല, വിവിധ സംഘടനകളിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ, എന്തായാലും സർക്കാരിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഇത് പോരാ, ഇങ്ങനെയല്ല നടപടി, ഇങ്ങനെ പോരാ എന്നുള്ള കാര്യം അതെങ്കിലും മുഖവിലേക്ക് എടുത്തുകൂടെ സർക്കാരിന്? അതെ, ഞാൻ പറയാം. ഇതിപ്പോ 4 വർഷമായിട്ട് സർക്കാർ പൂഴ്ത്തി വെച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. സർക്കാർ ഇത് പൂഴ്ത്തി വെക്കാനാണെങ്കിൽ പിന്നെ ഈ കമ്മീഷനെ വെക്കാതിരുന്ന പോരെ മഞ്ജുഷേ? ഇന്ത്യയിൽ ആദ്യമായിട്ടില്ല ഇങ്ങനൊരു കമ്മിറ്റി വെച്ചത് ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സിനിമാ മേഖലയിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വെച്ചിട്ടുണ്ടോ? അബിൻ വർക്കിയുടെ പാർട്ടി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഒളിച്ചു വെക്കാൻ, ആരെയും സംരക്ഷിക്കാനും ഇല്ല. സംസ്ഥാന സർക്കാരിന് മുന്നിൽ പരാതിയുമായി വന്ന, അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന് മുന്നിൽ പരാതിയുമായി വന്ന ആളുകൾക്ക് എപ്പോഴെങ്കിലും നീതി കിട്ടാതിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തിന് സമീപകാലത്തെ സിനിമാ മേഖലയിലെ കേസുകൾ മാത്രം പരിശോധിച്ചാൽ മതിയല്ലോ. വലിയ ഉന്നതന്മാരൊക്കെ ദിവസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. അവരെല്ലാം സംരക്ഷിക്കാൻ ആരാണ് നിലപാട് സ്വീകരിച്ചത് ഞാനിവിടെ പറയണോ? ആ കാര്യത്തിൽ സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല. ഇതിനകത്ത് ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞാൽ വളരെ പരിണിതപ്രജ്ഞയായിട്ടുള്ള ഒരു ജഡ്ജിയാണ്. ആ റിട്ടയർഡ് ജഡ്ജിയാണ് സർക്കാരിന് കത്ത് കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തിപ്പോൾ വിടാൻ പാടില്ല. RTA മുഖാന്തരം കൊടുത്തപ്പോഴും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു അത് തന്നെയാണല്ലോ. ശരി സനോജ്, പക്ഷെ ആ സമയവും സർക്കാരിന്റെ പക്കൽ ഈ റിപ്പോർട്ട് ഉണ്ടല്ലോ. ആ സമയത്ത് തന്നെ സർക്കാരിന് ഈ നടപടികളിലേക്ക് പോകാം. കാരണം ഇത്രയും ഗുരുതരമായ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം വന്നിട്ടും അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമ്മുടെ നിയമ സംവിധാനം. അതിന്ന് ശ്രീ KN ബാലഗോപാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വമേധയാ കേസെടുക്കുവാനുള്ള വകുപ്പുണ്ടെന്ന്. അതറിയാവുന്ന കാര്യമാണല്ലോ. താങ്കളെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകന് തീർച്ചയായിട്ടും ഇത് അറിയാവുന്നതാണല്ലോ. 0 FIR ഇക്കാര്യത്തിൽ എന്തിനാണ് പരാതി എന്ന്, ഒരു ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ്, ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന്, അല്ല ഇത്തരം ഒരു ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുമല്ല. ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് ഉടനെ ആർക്കാണ് കൈമാറേണ്ടത്? പോലീസിനല്ലേ? DGPക്ക് റിപ്പോർട്ട് കൊടുത്തതാണല്ലോ. എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? ആരുടെ പേരാണ് കൈമാറേണ്ടത്? ആരുടെ പേരിലാണ് പരാതി ഉള്ളത്? മഞ്ജുഷിന്റെ കയ്യിൽ ആ റിപ്പോർട്ട് ഉണ്ടോ? എന്റെ കയ്യിലില്ല. സർക്കാരിന്റെ കയ്യിൽ. എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ട രൂപത്തിലുള്ള റിപ്പോർട്ട് അല്ലല്ലോ സർക്കാരിന് കിട്ടിയിട്ടുള്ളത്. ഉറപ്പാണല്ലോ ശ്രീ വി കെ സനോജ്. ഇത് വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും ഇടപെട്ടത് കൊണ്ടല്ലേ പേജുകൾ കുറച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത്? ഇപ്പൊ ഏതായാലും ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള സമ്പൂർണ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഹൈക്കോടതിയിൽ കൃത്യമായിട്ടും സർക്കാർ ആ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ സർക്കാർ കൊടുക്കാതിരിക്കാൻ കാരണം, നേരത്തെ സർക്കാർ ഇതിനകത്ത് ആക്ഷൻ എടുക്കാതിരിക്കാൻ കാരണം ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനോട് കത്തെഴുതിയിരുന്നു. ഈ ആളുകളുടെ രഹസ്യ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന്. ആരാ പറഞ്ഞത്? സംസ്ഥാന സർക്കാർ അല്ല പറഞ്ഞത്. അത് ഇരകളുടെ അല്ലേ ജസ്റ്റിസ് ഹേമയാണ് സനോജ്? അത് ഇരകളുടെ അല്ലേ? ഇരകളുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ ജസ്റ്റിസ് ഹേമ അങ്ങനെ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി സർക്കാർ അത് ചെയ്യുമായിരുന്നു, ചെയ്യേണ്ടതാണ്. ഈ വേട്ടക്കാരുടെ അല്ലല്ലോ ഇക്കാര്യത്തിൽ. വേട്ടക്കാരുടെ പേര് അതിനകത്തുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, അത് അല്ലല്ല, ഏതൊക്കെയാണെന്ന് സർക്കാരിന് മുമ്പിലുണ്ടോ? ഇല്ലേ? സർക്കാർ ഇപ്പൊ പുറത്തുവിട്ട റിപ്പോർട്ടിനകത്ത് ഒരാളുടെയും പേരില്ല. ഇനി ആരുടെയെങ്കിലും പേര് ഏതെങ്കിലും ഇരക്ക് ആ പേരിൽ കേസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും കേസ് കൊടുക്കുമല്ലോ. അങ്ങനെയുള്ള ആ ഇരകളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടിലെ സംസ്ഥാന സർക്കാർ എപ്പോഴും സ്വീകരിക്കാറുള്ളൂ. ശരി, ശ്രീ വി കെ സനോജ്, താങ്കൾ കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം. ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിലുണ്ട്, അത് 15 അംഗങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് 4.5 വർഷം മുൻപ് സർക്കാരിന് റിപ്പോർട്ട് കിട്ടിയിട്ടും
ഒന്നും ചെയ്യാതെ ഈ റിപ്പോർട്ടിൽ ആരുടെയും പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുമടച്ചിരിക്കേണ്ടതാണോ ഒരു സർക്കാർ എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ അവിടെ. ശ്രീ സജി നന്ദിയാട്ട്, ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത് ഈ സിനിമയിൽ സജീവമല്ലാത്ത കുറച്ച് ആളുകളുടെ മൊഴിയാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്ന്. പക്ഷേ ഇന്ന് സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു നിലപാട് കൃത്യമായി എടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. ഇത് സ്ത്രീ പക്ഷത്ത് നിന്ന് അത്തരത്തിലുള്ള നിലപാടുകൾ വരുന്നുണ്ട് എങ്കിലും നിങ്ങൾ സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയായിരുന്നുവല്ലോ ഈ മൊഴികൾ കൊടുത്തവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ. പക്ഷെ അതായിരുന്നോ സിനിമാ സംഘടനകൾ എടുക്കേണ്ട ഒരു നിലപാട്? നിങ്ങൾ വെയിറ്റ് ചെയ്യുകയല്ലേ വേണ്ടിരുന്നത്? ശരി, ഇതിൽ ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ? അമ്മ പോലും അങ്ങനെ എടുക്കണമായിരുന്നു. പക്ഷെ അമ്മ ദൗർഭാഗ്യവശാൽ ഒരു നിലപാടും എടുക്കാനാവാതെ കുഴങ്ങുകയാണ്. സജി നന്ദിയാട്ട്. അല്ല, മഞ്ജുഷിനോട് ആര് പറഞ്ഞു ഫിലിം ചേംബർ അഭിപ്രായം പറഞ്ഞു എന്ന്? ഇന്നലെ നമ്മളെ ഈ ഫിലിം ചേംബർ പ്രതിനിധി എന്ന നിലയിൽ ഞാനൊരു അഭിപ്രായം ഇപ്പോഴും പറയുന്നില്ല, അപ്പോഴും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു റിപ്പോർട്ട്, ഒരു പഠന റിപ്പോർട്ടാണ്. ഇതൊരു പോലീസ് അല്ലെ ലീഗലായുള്ള ഒരു അന്വേഷണമല്ല. മലയാള സിനിമയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തേടി. അപ്പോൾ അവിടെ മലയാള സിനിമയുടെ പരിച്ഛേദം ഒരു മൊഴിയും കൊടുത്തിട്ടില്ല. എനിക്കതിനകത്ത് കൊടുത്തവരാരാണ്? 50 പേരായിരിക്കും. മലയാള സിനിമയിൽ ഒട്ടേറെ മേഖലകളുണ്ട്. ഇപ്പൊ നമ്മുടെ സെക്സ്വൽ ഹറാസ്മെന്റ് മാത്രമല്ല, അത് വളരെ സീരിയസ് ഒഫൻസ് ആണ്. അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വിളിച്ചു വരുത്തി എല്ലാ സംഘടനകളെയും എല്ലാ പ്രതിനിധികളെയും വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങളും വിവിധ മേഖലകളെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല. എന്റെ ആക്ഷേപമാണ്. ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് അപൂർണമാണെന്നാണ് എന്റെ വിമർശനം, ജനാധിപത്യ വിമർശനം. കാരണം എന്താണ്? മലയാള സിനിമയിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അത് സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത്. രാഷ്ട്രീയത്തിലുണ്ട്, ലൈംഗിക പീഡനങ്ങളും നടന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ജസ്റ്റിസ് ഹേമ എഴുതിയിട്ടുണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, ഞാൻ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും കോപ്പി എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ വായിച്ചതാണ്. നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ഒരു സംവിധായകന്റെയും ഒരു ഛായാഗ്രാഹകന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് എത്രമാത്രം കെയറിംഗ് ചെയ്യുന്നുണ്ട്. ജനങ്ങളെ ബോധിപ്പിച്ചിട്ടില്ലല്ലോ. അല്ല, തങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി എത്ര നല്ല കെയറിംഗ് എടുക്കുന്നുണ്ട്. ഒരു സംവിധായകന്റെയും ഛായാഗ്രാഹകന്റെയും കാര്യം പറയുന്നുണ്ട്, പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതുപോലെ ഇത് അടച്ചാക്ഷേപിക്കുന്നതല്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൊഴികൾ വന്നപ്പോൾ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും സിനിമാ മേഖലയെ നാണം കെടുത്തുന്ന രീതിയിലുള്ളതും അതേപോലെ തന്നെ സിനിമാ മേഖലയ്ക്ക് തിളക്കം നൽകുന്നതുമായുള്ള 2 തരത്തിലുള്ള മൊഴികളുണ്ട്. ദൗർഭാഗ്യവശാൽ സിനിമാ മേഖലയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന മൊഴികളാണ് കൂടുതൽ എന്നേ ഉള്ളൂ. ശ്രീ സജി നന്ദിയാട്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടില് പലതരത്തിലുള്ള സമഗ്രമായ മലയാള സിനിമയുടെ കാര്യങ്ങളെ കുറിച്ച്, കാഴ്ചപ്പാടുകളെ കുറിച്ച്, റെമഡികളെ കുറിച്ചും പറയുമ്പോൾ ഇന്ന് ചാനലുകളിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇക്കിളി കഥകൾ മാത്രം പറയുന്നതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇക്കിളി കഥ പറഞ്ഞോളൂ, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ മലയാള സിനിമ ഒന്നടങ്കം എല്ലാവരും വേട്ടക്കാരാണ്, എല്ലാവരും മോശക്കാരാണ്. ലക്ഷക്കണക്കിന് മലയാള സിനിമാ പ്രവർത്തകർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ മനുഷ്യരെ നോക്കുമ്പോൾ നിങ്ങളെല്ലാം മോശക്കാരെന്ന തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഞങ്ങൾ ഈ സോഷ്യൽ ലൈഫിൽ ജീവിക്കുന്നവരാണ്, സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ വേട്ടക്കാരൊക്കെ? ഞാൻ മഞ്ജുഷോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? മഞ്ജുഷ പറഞ്ഞേ. അന്വേഷിക്കണം. അല്ല, ഞാനതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ഇത് അന്വേഷിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. ഇക്കാര്യങ്ങളിൽ മഞ്ജുഷ കണ്ണട ചിരുട്ടാക്കല്ലേ? പിന്നെ ആരാണ് അന്വേഷിക്കേണ്ടത്? പോലീസല്ലേ അന്വേഷിക്കേണ്ടത്? കണ്ണട ചിരുട്ടാക്കല്ലേ? ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഇട്ടേച്ച് പോയ ബ്ലാക്ക് ലോ, കരിനിയമം ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അതിന്റെ പ്രേതം ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഒരാൾ ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം, എനിക്കെതിരെ ഉന്നയിക്കാം, മഞ്ജുഷെതിരെ ഉന്നയിക്കാം. പക്ഷേ ആരോപണം എപ്പോഴാണ് ശരിയാവുന്നത്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോപണം തെളിവ് സഹിതം അവരെ അറസ്റ്റ് ചെയ്യണം. സംശയം വന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താണ്? ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ വീണ്ടും നമ്പിധാരാണന്മാർ ഇവിടെ ഉണ്ടാവരുത്. ആരോപണം അല്ല, കൃത്യമായ കാര്യങ്ങൾ തെളിയിക്കണം. ഒരു സംശയമില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ തെളിയിക്കണം. പക്ഷേ ശ്രീ സജി നന്ദിയാട്ട്, അവിടെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ എടുക്കേണ്ടിയിരുന്ന നിലപാട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മോശമായി ഭവിക്കുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ വെളിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് എന്താണ്? അതിൽ ആർക്കൊക്കെ എതിരെയാണ്, അങ്ങനെ നിലപാടെടുത്തവരുണ്ട്, ആർക്കൊക്കെ എതിരെയാണ് മൊഴികൾ വന്നിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കണം, അതിന്മേൽ നടപടിയെടുക്കണം. അങ്ങനെ സിനിമാ മേഖലയിലെ ആ നല്ല ആളുകളുണ്ടല്ലോ,
അവർക്ക് മോശക്കേടുണ്ടാക്കുന്നത് ഒഴിവാക്കണം. ഇങ്ങനെയല്ലേ നിങ്ങൾ ആവശ്യപ്പെടേണ്ടിയിരുന്നത്? നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ പറയുന്ന ഈ മൊഴി കൊടുത്തവരെല്ലാം കുറ്റക്കാരാണ്, അതിൽ അപൂർണമായ റിപ്പോർട്ടാണ്, ഇങ്ങനെയാണോ നിങ്ങൾ പറയേണ്ടത്? അപ്പോൾ നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നു എന്നുള്ളതാണല്ലോ. ഈ 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം എന്നുള്ള കാര്യമല്ലേ നിങ്ങൾ പറയേണ്ടത്? അങ്ങനെ ഉണ്ട് എന്ന് ഒരു വിഭാഗം പറയുന്നു, ഇല്ല എന്ന് വേറൊരു വിഭാഗം പറയുന്നു. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം എന്ന് പറയേണ്ടതല്ലേ സംഘടനകൾ? മോഹഭംഗം കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറയുന്നു ഞാൻ ചോദിക്കട്ടെ. എനിക്ക് മമ്മൂട്ടിയെ പോലെ ആകാൻ പറ്റില്ല, അതുകൊണ്ട് മമ്മൂട്ടിയോട് എനിക്ക് ദേഷ്യമാണ്, അല്ല കുശുമ്പാണ്. എനിക്ക് മോഹൻലാലിനെ പോലെ ആകാൻ പറ്റില്ല, അതുകൊണ്ട് മോഹൻലാലിന് കുശും. അതല്ല വേണ്ടത്. നമ്മൾ റിയാലിറ്റിയിലേക്ക് വരണം. ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പത്രക്കാർക്ക് അറിയാം, മാധ്യമങ്ങൾക്ക് അറിയാം. ഇവിടെ ആരാണ് പവർ ഗ്രൂപ്പ്? മലയാള സിനിമ, ഈ കൊച്ചു സിനിമയിൽ എവിടെയാണ് പവർ ഗ്രൂപ്പ്? ആരാണ് മാഫിയ പ്രൊഡ്യൂസർമാര്? ഇവിടുത്തെ എല്ലാ പ്രൊഡ്യൂസർമാരും ഇവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്ന ഇന്റർവ്യൂ സോഷ്യൽ മീഡിയ മുഴുവൻ അവരുണ്ട്. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തവരാണ്. വെറുതെ ആരോപണം ഉന്നയിക്കല്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾ ആരെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതല്ല. ഒരേ സമയം 10-40 സിനിമ ലൊക്കേഷൻസ് ഉണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് പ്രോജക്റ്റുകൾ അംഗീകരിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ICC ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഈ കമ്മീഷൻ പറഞ്ഞു ICC ദുർബലമാണെന്ന്. ഞങ്ങളെ വിളിച്ച് ICCയുടെ പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഒരു പറയൂ. താങ്കൾ മൊഴി കൊടുത്തതാണോ? താങ്കൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? അല്ല, താങ്കൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? സജി മൊഴി കൊടുത്തിട്ടുണ്ടോ? ഈ കമ്മിറ്റി വിളിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഞങ്ങൾ ICC ഉണ്ടോ? ഫിലിം ചേംബർ നടത്തുന്ന ICCയുടെ പ്രവർത്തനം എന്താണ്? ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തും. പക്ഷേ ICC എന്ന് പറയുന്ന സംഘടന ഒന്ന് പറയുന്നത് വെറുതെ ദുർബലമാണ്, കടലാസാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മഞ്ജുഷ, ഞങ്ങളെ വിളിച്ച് ചോദിച്ചോ? ഞങ്ങളെ വിളിച്ച് ചോദിക്കാതെ ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെ ഞാൻ വിമർശിക്കുന്നു. ഞാൻ ജസ്റ്റിസ് ഹേമയെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു. പക്ഷെ അവരുടെ കുഴപ്പമല്ല, മറിച്ച് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കണവർ കൊടുക്കണമായിരുന്നു. ഡേറ്റ എല്ലായിടത്തും കളക്ട് ചെയ്യണം. ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ കുറച്ച് പേര് മാത്രം വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയല്ല സജി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി വേണമെന്നുള്ള ആവശ്യം സിനിമയിൽ നിന്ന് തന്നെയാണ് വന്നത്. ഇങ്ങനെ ഒരു കമ്മിറ്റി വേണമെന്നുള്ള ആവശ്യം സിനിമയിൽ നിന്ന് തന്നെയാണ് വന്നത്. ആർക്ക് വേണമെങ്കിലും കമ്മിറ്റിക്ക് മുൻപാകെ തെളിവ് കൊടുക്കാമായിരുന്നു, മൊഴികൾ കൊടുക്കാമായിരുന്നു. നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. നിങ്ങൾ അന്ന് ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? അന്നത്തെ ഈ പദവിയിൽ താങ്കൾ ഉണ്ടായിരുന്നോ 2017-19? ഇല്ല, ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ കൊടുത്തിട്ടുണ്ടാവും മൊഴികൾ. ഇല്ല 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 ഇല്ല. ഞാൻ അപ്പോഴും ICCയിലുണ്ട്. അപ്പോൾ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് ICC 3 വർഷമായിട്ട് രൂപീകരിച്ചിട്ട് അപ്പോഴും ഞാൻ ആ കമ്മിറ്റിയിലുണ്ട്. WCCയിലെ എന്റെ സഹോദരിമാർക്ക് അതറിയാം. അവർക്ക് വേണ്ടി കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ആൾ ഞാനാണ്. അവരോട് ചോദിച്ചു നോക്കുക. ആ ICCയിൽ വന്ന് പങ്കെടുക്കുന്ന ONB പിന്നെ കൊച്ചുമകൾ ഉൾപ്പെടെ ഈ സജിത മടൽ ഉൾപ്പെടെ വരുന്നുണ്ട്. അവരോട് ചോദിക്കുക. ഞങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ്. സജി, ഇപ്പോൾ ചേംബർ പറഞ്ഞു വരുന്നത് ഈ റിപ്പോർട്ട് അപൂർണമാണ്, ഇതിൽ ഒരു ഭാഗത്തിന്റെ അഭിപ്രായം മാത്രമേ കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഈ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന രീതിയിലല്ലേ നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതിൽ വന്നിരിക്കുന്ന മൊഴികൾ അത് ചിലപ്പോൾ ഇപ്പോൾ ചില ആളുകളെ മോശക്കാരാക്കാനാണ്? പിന്നെ ചേംബറിന്റെ നിലപാട് എന്താണ്? ഈ താങ്കൾ തന്നെയല്ലേ പറയുന്നത്? താങ്കൾ പറഞ്ഞു മോഹഭംഗം കൊണ്ടാണെന്ന്. മോഹഭംഗം കൊണ്ടാണ് ഓരോരുത്തരും മൊഴി കൊടുത്തതെന്ന് താങ്കളാണ് പറഞ്ഞത്. അല്ലെന്ന് എല്ലാവരുടെയും മൊഴി തെറ്റാതെ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരുടെ മൊഴി തെറ്റാവാം ശരിയാവാം അർത്ഥസത്യമുണ്ട്. ഇവിടെ ചേംബറിന്റെ അഭിപ്രായം ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. സജി നന്ദ്യാൾ എന്ന എളിയ സിനിമാ പ്രവർത്തകന്റെ അഭിപ്രായം മാത്രമല്ല, ചേംബറിന്റെ അഭിപ്രായം പറയാൻ ഞാനാണല്ല. അത് കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. കമ്മിറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്നലെ കൂടിയിട്ടോ? അത് മനസ്സിലാക്കൂ. ഇന്നലെ കൂടിയിട്ട് ഇന്നലെ ജനറൽ ബോഡിയാണ്. ഇന്നലെ രാവിലെ 10 തൊട്ട് 11 വരെ ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. 11 മുതൽ ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിക്ക് ഞങ്ങളുടെ തറവാട്ടംഗം, ഞങ്ങളുടെ സിനിമയിൽ തറവാട്ടംഗമായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിന് അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്ന യോഗം ജനറൽ ബോഡിയാണ് വർഷത്തിലൊരിക്കൽ കൂടുന്നത്. അവിടെ വെച്ച് ഞങ്ങൾക്ക് ഇന്ന് പെട്ടെന്നൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ഇത് എത്രയോ അഫിലിയേറ്റ്സിന്റെ അപ്പെക്സ് ബോഡിയാണ്. ചാണിക്കറി ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അഭിപ്രായം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയ ശരി 19, 20, 21, 22 19, 20, 21, 22 4 ദിവസമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. സിനിമാ സംഘടനകൾക്ക് ഇതുവരെ അഭിപ്രായം പറയാറായിട്ടില്ല. എന്ത് പഠിക്കുവാനാണ് ശ്രീ സജി നന്ദ്യാട്? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് സംരക്ഷിക്കുന്നത്? ശ്രീ ജോർജ് ജോസഫ്, ഈ പരാതിയില്ല കേസെടുക്കാൻ പറ്റില്ല, ഈ വാദത്തോടെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നില്ല. കാരണം ഹേമ കമ്മിറ്റിയിലെ
വനിതാ അല്ലെങ്കിൽ ഫിലിം ചേംബർ അല്ലെങ്കിൽ WCC അല്ലെ ആൾക്കാരുടെ മൊഴിയാണ് ഭൂരിപക്ഷം അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ പറ്റി രേഖപ്പെടുത്തിയാൽ അത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന വ്യക്തിയായിരുന്നു ജസ്റ്റിസ് ഹേമ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് IAS ലഭിച്ച അതിനുശേഷം വളരെ കാലം സർക്കാർ സർവീസിൽ കിടന്ന് ഉന്നത പോസ്റ്റിലിരുന്ന ഒരാളായിരുന്നു അടുത്ത ഒരു മെമ്പർ ശാരദ എന്ന് പറഞ്ഞ ഒരു നടി, മഹാനടി. അവരും അതിൽ മെമ്പറായിരുന്നു. ഇവരുടെ മുമ്പിലെ ഒരു ഏതെങ്കിലും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു നടി ഒരു കോഗ്നിസബിൾ ഒഫൻസ് പറഞ്ഞാൽ അത് റിപ്പോർട്ടിനകത്ത് ഗവൺമെന്റ് കൊടുക്കുന്നതോടൊപ്പം അത് അധികാര സ്ഥലത്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിവിടെ കണ്ടില്ല. കാരണം നമുക്കറിയാമല്ലോ, സ്കൂളിലും കോളേജുകളിലും ഒക്കെ കുട്ടികളെ പീഡിപ്പിച്ചൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സാണ് അത് ആദ്യം കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പോലീസിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു കോഗ്നിസബിൾ ഒഫൻസ്, പ്രത്യേകിച്ച് മൈനർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അല്ലെങ്കിൽ ഒരു റേപ്പ് കേസ്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ്, അങ്ങനത്തെ കേസുകളൊക്കെ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ റിപ്പോർട്ട് ചെയ്യാൻ അത് കേൾക്കുന്ന ആൾ ബാധ്യസ്ഥരാണ്. അത് ഗവൺമെന്റ് കൊടുത്ത് റിപ്പോർട്ട് എടുക്കുകയല്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഈ നിയമപരമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചില് അവിടെ ഒരു പൊതുപ്രവർത്തകനായ പായിച്ചറ നവാസ് കൊടുത്ത കേസിലാണ് ഡിവിഷൻ ബെഞ്ച് ആ കേസിന്റെ അൺസെൻസേർഡ് ആയിട്ടുള്ള മുഴുവൻ ആ റിപ്പോർട്ടും ഹാജരാക്കാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് എത്ര പേര്, അതിനകത്ത് ഓരോ നടികളോ അല്ലെങ്കിൽ WCCയിലുള്ള വ്യക്തികൾ കൊടുത്തിരിക്കുന്ന മൊഴി കണ്ടാവും. ആ മൊഴിയിൽ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടി എടുക്കാൻ ഹൈക്കോടതി ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. അക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം എന്താണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹൈക്കോടതി മാത്രമല്ല, തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്നലെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആറ്റുകാല് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. ഈ റിപ്പോർട്ടിന്റെ കോപ്പി ആ കോടതിയിൽ ഹാജരാക്കി അതിന് കോഗ്നിസൻസ് എടുക്കണമെന്നുള്ളവരാണ്. കാരണം റിപ്പോർട്ട് തിരുവനന്തപുരത്താണ് കൊടുത്തത്. അതിന്റെ എൻക്വയറി ഭൂരിപക്ഷമൊക്കെ നടന്നത് ഇവിടാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോഴത്തെ പുതിയ നിയമസംഹിത അനുസരിച്ച് എവിടെ വേണേലും നമുക്കൊരു FIR എടുക്കാം, 0 FIR എടുക്കാം. അപ്പൊ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പം കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഈ പ്രൈവറ്റ് ഈ ആറ്റുകാല സുരേന്ദ്രൻ കൊടുത്തിരിക്കുന്നത് 94 CRPC പ്രകാരം ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ള അധികാരം CRPCയിലുണ്ട്. അതുപോലെ തന്നെ പുതിയ ന്യായസംഹിതയിലുണ്ട്. അപ്പൊ അതനുസരിച്ച് ആ ഡോക്യുമെന്റ് ഹാജരാക്കി കോടതി പരിശോധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പരിശോധിക്കുമ്പോൾ അത് മുഴുവൻ റിപ്പോർട്ടും ഹാജരാക്കി ആ കോടതി പരിശോധിക്കുമ്പോൾ അതിനകത്ത് കോഗ്നിസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കോഗ്നിസൻസ് എടുക്കാൻ ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ രണ്ട് വിധത്തിലാണ് ഇപ്പൊ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാലാണ് അത് ഫയൽ ചെയ്തിരിക്കുന്നത്. നാളത്തേന് അത് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി അടുത്ത 10-ാം തീയതിക്കകം ഈ മുഴുവൻ റിപ്പോർട്ടും അൺസെൻസേർഡ് ഹൈക്കോടതി എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, അത് പരിശോധിച്ചിട്ട് ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കും. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ അബിൻ ബർക്കി, നേരത്തെ ശ്രീ VK സനോജ് പറഞ്ഞോളൂ ജോർജ് ജോസഫ് പറഞ്ഞോളൂ. സജിൻ എനിക്ക് പോണം മഞ്ജുഷേ. പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അവർ ഈ ഫിലിം വേൾഡിലെ ഫിലിം വേൾഡിലെ ഈ എൻക്വയറി നടക്കുമ്പോൾ അവരെയും കൂടെ കേൾക്കണമെന്ന് അതേ ഒരു പോയിന്റ് പറഞ്ഞ് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അവരെയും കൂടെ ഫിലിം ചേംബറിനെ കൂടെ കേൾക്കണമായിരുന്നു. ഈ സിനിമാ ഫീൽഡിൽ ബന്ധപ്പെട്ടവരെ എല്ലാവരും കേൾക്കുന്നതിന് എന്തായിരുന്നു തടസ്സം? ഈ കമ്മീഷന് അതിവിടെ ഉണ്ടായില്ല. അത് ഒരു വൺ സൈഡഡ് ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമ നന്നാക്കാനും ഇവിടെ WCCയിലെ അനുഭവക്കാർക്ക് അവർക്ക് പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ മനസ്സിലായി അല്ലല്ല. അപ്പൊ അതിനകത്ത് വേറെ ഉണ്ട് 15ഓളം ആൾക്കാര് ഒരു ഗ്രൂപ്പ് ആണ് നിയന്ത്രിക്കുന്നതെന്ന് വർഷങ്ങളായിട്ട് ജോർജ് ജോസഫ് സാറോട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോ സാറ് ജെനുവനായ ഒരു പോയിന്റ് പറഞ്ഞു. ഞാൻ സാറിനെ അപ്രീഷിയേറ്റ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ 15-അംഗ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞ കാര്യം അതിന്മേൽ അന്വേഷിക്കണം എന്നുള്ള നിലപാട് അദ്ദേഹത്തിനുണ്ട്. അതിനോടും കൂടെ യോജിക്കണം സജി. തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാലോ മലയാള സിനിമ ഇത് ഹിന്ദി സിനിമ ഇംഗ്ലീഷ് സിനിമയൊന്നും അല്ല. ജോർജ് ജോസഫ് പൂർത്തിയായിക്കോളൂ സാർ. അങ്ങനൊന്നുമില്ല സാർ. CMA അങ്ങനെയാണ് തിലകന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. സജി നന്ദിയാട്ടെ, തിലകൻ പറഞ്ഞ കാര്യം എന്നോടാണോ?
തിലകന്റെ വേദന നമുക്ക് ശരി, മനസ്സിലാക്കി. അബിനെന്തോ പറയാനുണ്ട്? അബിൻ വർക്കി എന്താണ്? അബിൻ വർക്കി എന്താണ്? അല്ലല്ല, അബിൻ വർക്കിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട്. അബിൻ, തിലകൻ ചേട്ടൻ പറഞ്ഞോളൂ, എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. ഉണ്ട്, എനിക്ക് ഒരു കമന്റ് പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രീ സജി നന്ദ്യാട്ടും ശ്രീ ജോർജ് ജോസഫും പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം ഇതിനകത്ത് ആളുകളെ വിളിച്ചില്ല, ഇത് ആളുകളെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ 13ാമത്തെ പോയിന്റ് എങ്ങനെയാണ്? എ ഫ്യൂ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ഹേമ പറയുന്ന 3 പോയിന്റുകളുണ്ട്. ആ 3 പോയിന്റുകളിൽ പറയുന്നത് അവർ ഈ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ ഇവരുടെ പ്രവർത്തനവും ടേംസ് ഓഫ് റെഫറൻസും വെച്ച് മലയാളത്തിലെ പ്രശസ്തമായ എല്ലാ പത്രങ്ങളിലും ഇവർ പരസ്യം കൊടുത്തു. നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് മൊഴി നൽകണം എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു. ആരും അതിനകത്ത് മൊഴി കൊടുക്കാൻ തയ്യാറായില്ല. രണ്ടാമത് ഇവര് ഫിലിം ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഫോൺ നമ്പറിലേക്ക് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു മൊഴി കൊടുക്കണമെന്ന്. എന്നിട്ടും കുറെ പേർ വിളിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. മൂന്നാമത് അവർ കുറെ ആളുകൾക്ക് നോട്ടീസ് സെർവ് ചെയ്തു. ആ നോട്ടീസ് സെർവ് ചെയ്തിട്ട് പലരുടെയും അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എറണാകുളത്തായതുകൊണ്ട് ഇവരാരും എറണാകുളത്ത് ഇല്ലാത്തതുകൊണ്ട് മറ്റു പല അഡ്രസ്സിന്റെ പ്രശ്നമാരും കുറെ നോട്ടീസും സെർവ് ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കുറെ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ ഡാൻസർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇവർ കാര്യങ്ങൾ ചോദിച്ച വഴിയെ ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. എന്നിട്ട് ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് ആരുടെയോ നിർദ്ദേശപ്രകാരം ഈ ഡാൻസർമാർ മുഴുവൻ അതിൽ നിന്ന് ലെഫ്റ്റായി പോയി എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ അവർ ഈ മൊഴിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഞങ്ങളുടെ ആരുടെയും മൊഴി എടുത്തില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അതിൽ ഒരു ന്യായവും ഇല്ല. സജി പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. എന്റെ പൊന്ന് മഞ്ജുഷ, അബിൻ വർക്കി എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജനാണ് അബിൻ വർക്കി. അബിൻ വർക്കി ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവാണ്, ഞാൻ അദ്ദേഹത്തെ എതിർക്കുന്നില്ല. അബിൻ വർക്കി ചിലരെയൊക്കെ വിളിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. റിപ്പോർട്ടിൽ പറയുന്നത് എന്റെ പൊന്ന് മഞ്ജുഷെ, എല്ലാവരെയും ഫോണിലും അല്ലാതെ വിളിച്ചിരിക്കുന്നു. ഞങ്ങള് സിനിമാ സംഘടനകളിലോ അല്ലെങ്കിൽ ഫിലിം ചേംബറിലോ വിളിച്ചിട്ട് ICCയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഒന്ന് പറയാൻ വരണമെന്ന് ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. എന്റെ അറിവിലില്ല കേട്ടോ, എന്റെ അറിവിലില്ല. പിന്നെ ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെല്ലും. ഞങ്ങൾ ഒബേ ചെയ്യുന്നവരാണ്, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല. ഞങ്ങൾ ആരുടെ സൈഡല്ല, എല്ലാവരും ഞങ്ങൾക്ക് ഒന്നാണ്. സജി, ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ തെളിവെടുപ്പ് നടക്കുന്നു എന്നുള്ള കാര്യം ഫിലിം ചേംബറിന്റെ മഹാന്മാർക്ക് അറിയാൻ പാടില്ലായിരുന്നോ? ഇവിടെ തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. എപ്പോ ചെല്ലണം, എങ്ങനെ വരണം, ഏത് സ്ഥലത്ത് ചെല്ലണതിനെ കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പോകും. അതിന് സംശയം തിരിക്കുന്നു, ഇനിയും പോകും. പലതവണ അവർ ഇന്റിമേഷൻ അയച്ചതാണ് സജി, പലതവണ ഇന്റിമേഷൻ അയച്ചതാണ്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ സംഭവിച്ചു. മൊഴി കൊടുക്കാൻ വയ്യ. നല്ലൊരു നമസ്കാരം മാത്രം പറയുന്നു, വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഒരു കാര്യം പറയാം, ഒരിടങ്ങളിലും ഒരു സ്ത്രീകളും ഇവിടെ പീഡിപ്പിക്കാൻ പാടില്ല. അത് ഞങ്ങൾക്ക് ഒരു സംശയമില്ലാത്ത കാര്യം. പിന്നെ ഞങ്ങളെ സ്ത്രീവിരുദ്ധരാക്കുന്നതിനോട് ഒന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ പരാതിയിന്മേൽ അന്വേഷിക്കാൻ പറയൂ. അല്ലാതെ ഈ മൊഴി കൊടുത്തവരെല്ലാം ഈ മോഹഭംഗമുള്ളവരാണ് എന്ന് പറയാതെ ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം, ഇതിൽ കേസെടുക്കണമെന്ന് പറയുവാനുള്ള ആർജവം കാണിക്കൂ. ഫിലിം ചേംബർ ആർജവം കാണിക്കൂ. മഞ്ജുഷന് വേണ്ടത് കോൺട്രവേഴ്സിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും മൊഴി കള്ളമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, ഒരു കാര്യം കൂടി, തിലകന്റെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രധാന നടന് അവസരം നഷ്ടപ്പെട്ട് സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് പോകേണ്ട ഗതികേട് വന്നപ്പോൾ, ഗതികേടല്ല, സീരിയലിൽ അഭിനയിച്ചെങ്കിലും ജീവിക്കണം എന്ന് തോന്നിയപ്പോൾ അവിടെയും മുടക്കാൻ നിന്ന ഒരു ആത്മയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, സംസ്ഥാന മന്ത്രിസഭയിലെ അംഗം KB ഗണേഷ് കുമാർ. അതിലൊരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാൻ ആർജവമുണ്ടോ ഫിലിം ചേംബറിന്? അത് അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞൊരു കാര്യമുണ്ട്, നായന്മാര് അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന ജാതിപ്പെട്ടവർ അദ്ദേഹത്തെ വിളിക്കാറില്ലെന്ന്. ഇന്ന ജാതിപ്പെട്ട തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ഒത്തിരി സിനിമ വിളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള കൺഫ്യൂഷൻ, സിരകൻ ചേട്ടൻ എന്റെ മരണത്തിന് മുമ്പ് ഏറ്റവും അധികം കൂടുതൽ ഇടപെട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് എന്നെ വിട്ടേക്കുക. ഫിലിം ചേംബറിന് ഇക്കാര്യത്തിൽ സെലക്റ്റീവായുള്ള അഭിപ്രായമുള്ളത് കൊണ്ടാണ് സാന്ദ്ര തോമസ് ഇന്ന് അങ്ങനെ പറഞ്ഞത്. ഇനിയെങ്കിലും ഒരു നിലപാടെടുക്കണം സിനിമാ സംഘടനകൾ എന്ന്. സിനിമാ സംഘടനകളുടെ ഒരു കൂട്ടായ വേദിയാണല്ലോ ഫിലിം ചേംബർ. സാന്ദ്ര തോമസ് ഞങ്ങളുടെ മെമ്പറാണ്, ഞങ്ങളുടെ സഹോദരിയാണ്. അക്കാര്യത്തിൽ സാന്ദ്ര തോമസ്
പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ തീർച്ചയായും സാന്ദ്ര തോമസ് പറഞ്ഞത് അവകാശമുണ്ട്. അതിൽ ഉടൻ തന്നെ ഫിലിം ചേംബർ കൂടി അഭിപ്രായം പറയും. ഇന്ന് ഞാനിവിടെ പറഞ്ഞത് ഫിലിം ചേംബറിന്റെ അഭിപ്രായമല്ല. ദാറ്റ്സ് ഓൾ. എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ശരി മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ടല്ലോ താങ്കൾക്ക്. ശ്രീ അബിൻ വർഗി, ഇക്കാര്യത്തിൽ സിനിമാ സംഘടനകളും ഒരു ഒളിച്ചോട്ടം നടത്തുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. KB ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞു വന്നതുകൊണ്ടാണ്. ഈ ഒരു തടസ്സം സർക്കാരിന്റെ മുന്നിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? നിങ്ങൾ KB ഗണേഷ് കുമാറിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ. അല്ല, അതിനകത്ത് മഞ്ജുഷ, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ഇപ്പൊ ആർക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കും സനോജിനും ജോർജ് ജോസഫ് സാറിനും നിങ്ങൾക്കും ഒന്നും സംശയമില്ല. അപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം നടന്നാൽ അതിൽ ക്രിമിനൽ ഒഫൻസ് എടുത്ത് കേസെടുക്കുന്നതിന് എന്താണ് തെറ്റുള്ളത് എന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. 2, ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, ഈ കോൺക്ലേവിൽ പിന്നെ ആരൊക്കെയാണ് വരാൻ പോകുന്നത്? എന്നിരുന്നാൽ തന്നെയും മലയാള സിനിമയിൽ നിന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ശക്തരായ 15 പേരുടെ പവർ ഗ്രൂപ്പിലെ 15 പേരെയും വിളിക്കാതെ കോൺക്ലേവ് നടത്താൻ പറ്റുമോ? ആ കോൺക്ലേവ് നടത്തുമ്പോൾ ഇപ്പോൾ WCCയിലെ അംഗങ്ങളായവരും ഇപ്പോൾ മൊഴി കൊടുക്കുന്നവരെയും വിളിക്കാതെ കോൺക്ലേവ് നടത്താൻ പറ്റുമോ? അപ്പൊ ഇവർ ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്ന ആളുകൾ, ആ ആളുകൾ ഏത് പരാതി? നിങ്ങൾ കേവലം അതൊരു ഓറൽ പരാതിയായി മാത്രം എടുക്കരുത്. വീഡിയോ ക്ലിപ്പുകൾ, വാട്സപ്പ് ചാറ്റുകൾ, മെസ്സേജുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളോടുകൂടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്, മൊഴി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവർ പരാതി പറഞ്ഞിട്ടുള്ള ആളുകളും ഇവരും കൂടി ചേർന്ന് നാളെ ഒരു സിനിമാ നയം ഉണ്ടാക്കുന്നതിന്റെ ചർച്ച സംഘടിപ്പിക്കാൻ സർക്കാർ ഇടനില നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ വേട്ടക്കാരനെയും ഇരയും ഒരുമിച്ച് നിർത്തുന്ന ഒരു പണിയല്ലാതെ സർക്കാർ പിന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്പം മുമ്പ് പറഞ്ഞത് അതിന് ഈ പേരുകളൊന്നും സർക്കാരിന് അറിയില്ലല്ലോ എന്നാണ്. നമ്മളെല്ലാവരും പറയുന്നു വേട്ടക്കാരെയും വിളിക്കുകയാണല്ലോ എന്ന്. അപ്പോൾ സനോജ് അതിനകത്ത് മുൻകൂർ ജാമ്യം തേടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പേരുകൾ ആർക്കറിയാമെന്നാണ്. അതായത് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടാണ് യഥാർത്ഥ റിപ്പോർട്ട്, അതിനപ്പുറം ഒന്നുമില്ല എന്ന രീതിയിലാണ് സർക്കാർ സംസാരിക്കുന്നത്. അത് തന്നെയാണല്ലോ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പറഞ്ഞത്. ഞാൻ ആ റിപ്പോർട്ടൊന്നും വായിച്ചു നോക്കിയിട്ടില്ല എന്ന്. അത് പറ്റിക്കുന്ന ഒരു കാര്യമല്ലേ? ഇപ്പോൾ മുദ്ര വെച്ച കവറിൽ ഹൈക്കോടതിക്ക് നൽകിക്കഴിഞ്ഞാൽ ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത് ഈ ഒറിജിനൽ റിപ്പോർട്ടാണല്ലോ, ഈ ഒഴിവാക്കലുകൾ നടത്താത്ത റിപ്പോർട്ട്. അപ്പോൾ ഇത് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്, അതിനപ്പുറം കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല എന്ന് സർക്കാർ പറയുന്ന എന്തർത്ഥത്തിലാണ്? അങ്ങനെ ഒരു ഒളിച്ചുകളി സർക്കാർ നടത്തേണ്ടതുണ്ടോ? അതിനെപ്പറ്റി താങ്കളുടെ നിലപാട് എന്താണ്? അതായത് ഞാൻ ഒരു 2 കാര്യം അതിനകത്ത് പറയാം. ഒന്ന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ തന്നെ 66 പേജ് മാറ്റി പ്രസിദ്ധീകരിക്കുന്നതിനെ പറ്റി സർക്കാർ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് 66 പേജുകളും കൂടെ 66 മറ്റു പേജുകളും കൂടെ ഇനി ബാക്കിയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്തും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ബാക്കി പേജുകൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ആ പേരുകൾ, അതായത് ഒരാൾ മൊഴി കൊടുക്കുമ്പോൾ ആ മൊഴി കൊടുത്ത തെളിവുകൾ കൊടുക്കുമ്പോൾ, ഇനി ഓറൽ മൊഴികളാണെങ്കിൽ പോട്ടെ, തെളിവുകൾ കൊടുക്കുമ്പോൾ ആ തെളിവുകളിൽ സൂചനകളില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളിതൊക്കെ കേൾക്കുന്ന എല്ലാവരും മണ്ടന്മാരാണെന്ന് ആരും വിചാരിക്കരുത്. ഇനിയിപ്പോ അത് മാത്രമല്ല, ഇപ്പോൾ ആദ്യം നിങ്ങൾ ശ്രീ KB ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ശ്രീ KB ഗണേഷ് കുമാറിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പരാതി കൊടുക്കാനുള്ള കാരണം, ഈ റിപ്പോർട്ടിൽ ഇപ്പൊ ഈ 66 പേജ് മുഖ്യ റിപ്പോർട്ടിൽ ആകെ ഒരാളെ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അത് 136ാമത്തെ പോയിന്റിൽ ആത്മയുടെ പ്രസിഡന്റായ KB ഗണേഷ് കുമാർ സിനിമയിൽ നിന്ന് അവഗണന നേരിട്ട് സീരിയലിലോ TV-യിലോ മുഖം കാണിച്ച് താൻ ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയും തന്നെ വെട്ടുന്ന പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി ഒരു നടൻ ഉണ്ടായിരുന്നുവെന്ന്, ആത്മയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് KB ഗണേഷ് കുമാറിനെ പറ്റിയാണ്. ഇനിയിപ്പോ പോട്ടെ, ഇവർക്ക് ആർക്കും പേരുകളില്ല, വിവരങ്ങളില്ല. ഈ പേരുകളൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന KB ഗണേഷ് കുമാർ ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുമ്പോഴല്ലേ മന്ത്രിയായി വരുന്നത് എന്ന് പറയുമ്പോൾ ഇവരാരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയല്ലേ? അല്ലെങ്കിൽ KB ഗണേഷ് കുമാറിനെ കുറിച്ച് ഇവിടെ നടപടിയെടുക്കാമല്ലോ, അതിനെതിരെ ഇവിടെ കൃത്യമായ ഒരു കാര്യം പറയാമല്ലോ. ശ്രീ ജോർജ് ജോസഫ് സാർ ഇവിടെ കേസെടുക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു, കോഗ്നിസബിളായിട്ടുള്ള ഒഫൻസുകളെ പറ്റി പറഞ്ഞു. ഇത് വളരെ വ്യക്തമാണ്. ശ്രീ മഞ്ജുഷ, താങ്കൾ ഒരു കാര്യം ആലോചിക്കുക. ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം നടന്നത് താങ്കൾ കണ്ടു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ താങ്കൾക്ക് അറിവ് കിട്ടിയെന്ന് വയ്ക്കുക. കൊലപാതകിയോ അല്ലെങ്കിൽ ഈ മരിച്ചയാളുടെ ബന്ധുക്കളോ വന്ന് പരാതി കൊടുത്താലാണ് ഈ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? കൊലപാതകം ഉണ്ട് എന്ന് വിവരം കിട്ടിയ താങ്കൾ പോയി പറഞ്ഞാലും അവിടെ ഒരു കൊലപാതകം നടന്നു എന്ന് ഉറപ്പു വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടില്ലേ? അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു IPCയുടെ 376 ഉൾപ്പെടെ 354 ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, പുതിയ BNSന്റെ 64 മുതലുള്ള സെക്ഷനുകളുള്ള കാര്യങ്ങളിൽ ഇവിടെ ഒരു കൃത്യം നടന്നു എന്ന് പൂർണ്ണമായ ബോധ്യം
ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ തെളിവുകൾ കൈമാറിയിട്ടുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവർ അതിനനുസരിച്ച് കോൺസിക്വൻസസ് നേരിടുന്നുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇത് വളരെ ഇൻഡയറക്റ്റ് ആയി മൊഴി കൊടുത്തവർ തങ്ങളാണെന്ന് WCCക്കാരും പറയുന്നുണ്ട്. അതായത് ഒരു സെക്ഷൽ ക്രൈം നടന്നു എന്ന വളരെ ഉറപ്പുള്ള ഇൻഫർമേഷൻ ഉണ്ടായിട്ടും ആ ഇൻഫർമേഷനിൽ അന്വേഷണം നടത്താനോ കേസെടുക്കാനോ വേട്ടക്കാർക്കെതിരെ നടപടിയെടുക്കാനോ സാധിക്കില്ല എന്ന് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഏത് രാജ്യത്തെ നിയമമാണ് ഇവിടെ പാലിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നത് കോൺക്ലേവ് നടത്തുന്നതിന് യഥാർത്ഥത്തിൽ ഞങ്ങൾ എതിരില്ല. പക്ഷേ ഇതിൽ നിയമ നടപടികൾ സ്വീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിച്ച് നിങ്ങളൊരു മാതൃകാപരമായി സർക്കാർ എടുക്കുന്ന പ്രവർത്തനം നടത്തിയിട്ട് കോൺക്ലേവ് നടത്താൻ നമുക്ക്, അത് കഴിഞ്ഞിട്ട് നിയമ പരിഷ്കരണം നടത്താൻ നമുക്ക്, അത് കഴിഞ്ഞിട്ട് പുതിയ സിനിമാ നയം ഉണ്ടാക്കാൻ നമുക്ക്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ബാക്കി കാര്യങ്ങൾ മുഴുവൻ നമുക്ക് നടപ്പിലാക്കണം, നമുക്ക് സെറ്റുകളിലുള്ള അവിടുത്തെ അവഗണനകൾ മാറ്റണം, ഈ ഡ്രഗ്സിന്റെ ഉപയോഗം ഈ സെറ്റുകളിൽ നിന്ന് വിമോചിതരാവണം എന്നതൊക്കെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇന്നലെ വരെയുള്ളത് അങ്ങ് കഴിഞ്ഞു പോട്ടെ, നാളെ മുതൽ നമ്മളങ്ങ് ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്ത ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് നാളെ ഒരു സിനിമാ നയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഇരകളോടൊപ്പം ഒരു കോൺക്ലേവ് നടത്തിയെന്ന് പറഞ്ഞാൽ ഒന്നാമതൊരു കൃത്യം നടന്നിട്ട് അതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്യാൻ പേടിച്ചരണ്ടിരിക്കുന്ന കുറെ ആളുകളാണ്, കുറച്ച് വനിതകളാണ് ഈ സിനിമാ ഫീൽഡിലുള്ളത്. അതിന്റെ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 38ാമത്തെ പോയിന്റും 114ാമത്തെ പോയിന്റും പറയുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമല്ല ഒരു വനിത സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നേരിട്ടാൽ അതവർ പുറത്തു പറയാത്തതിന്റെ കാരണം വലിയ രീതിയിലുള്ള കോൺസിക്വൻസസ് നേരിടും എന്നുള്ളത് കൊണ്ടാണ്. ആ കോൺസിക്വൻസസ് വ്യക്തിപരമായ ജീവിതത്തിലോ സിനിമാ ജീവിതത്തിലോ മാത്രമല്ല അവരുടെ കുടുംബത്തെ വരെ കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ വിവരങ്ങൾ ഹേമ കമ്മിറ്റിക്ക് കൊടുത്ത ഈ വിവരങ്ങൾ വീട്ടുകാരോട് പോലും ഷെയർ ചെയ്യാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ ഇങ്ങനെ ഇനിയും പരാതിയുമായിട്ട് വരൂ എന്ന് പറഞ്ഞു? അത് മാത്രമല്ല മഞ്ജുഷേ, ഒരു കാര്യം മഞ്ജുഷെ, ആ പോയിന്റിൽ താങ്കൾ ഇപ്പൊ പറഞ്ഞ ആ പോയിന്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാം? ജസ്റ്റിസ് ഹേമ പറയുന്ന കാര്യം ഇവരുടെ കോൺസിക്വൻസസിന്റെ കഥ കേട്ടിട്ട് ഇവർ പുറത്തു പറയാതിരിക്കുന്നതിനെ ഞാൻ പോലും ന്യായീകരിക്കുകയാണെന്നാ പറഞ്ഞത്. ഐ ആം ഓൾസോ സാറ്റിസ്ഫൈഡ് ദാറ്റ് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ കരാള ഹസ്തങ്ങളാണ് മലയാള സിനിമയെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർക്കെതിരെ ഒരു ക്രിമിനൽ നടപടി എടുക്കാൻ പറ്റില്ല. ആ കരാള ഹസ്തക്കാരെ മുഴുവൻ കൂട്ടി ഇരകളെയും കൂട്ടി നാളെ കോൺക്ലേവ് നടത്തി സിനിമാ മേഖലയെ ഞങ്ങൾ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരാണോ മഞ്ജുഷേ നമ്മൾ ഈ കേരളത്തിലെ നാട്ടുകാർ? വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഹൈക്കോടതിയിൽ മാത്രമേ ഇക്കാര്യത്തിലൊരു പ്രതീക്ഷയുള്ളൂ. ഹൈക്കോടതിയിൽ മാത്രമേ ഇക്കാര്യത്തിലൊരു പ്രതീക്ഷ ഇനിയുള്ളൂ. ശ്രീ ജോർജ് ജോസഫ്, ഇക്കാര്യങ്ങൾ പറഞ്ഞാണ് സർക്കാർ തൊടുന്യായങ്ങൾ പറയുന്നത്. ഈ പറയുന്ന പരാതി ഇല്ല, പരാതി കിട്ടണം, പരാതി ഇല്ലാതെ നടപടിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ മൊഴി കൊടുത്തവരുടെ ഒരു മാനസിക നില എന്തായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു റിട്ടയർഡ് ജസ്റ്റിസിന് മുന്നിലാണ് ഇങ്ങനെയൊരു മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസായ ശ്രീമതി ഹേമ അവർ ഈ റിപ്പോർട്ടിലൂടെ നൽകിയിരിക്കുന്നത് ഒരു റിപ്പോർട്ടിംഗ് കൂടിയാണല്ലോ. ഇക്കാര്യം അറിയിക്കേണ്ട സ്ഥാനത്തേക്ക് അറിയിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഈ റിപ്പോർട്ട് നേരെ പോയത് DGPയുടെ കൈവശമാണ്. അപ്പോൾ പോലീസിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കഴിഞ്ഞു, ആ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അടുത്ത നടപടിക്രമം എന്നുള്ളത് FIR ഇടുക എന്നുള്ളതല്ലേ. ഇപ്പോഴും അതിൽ പറയുന്ന വാദം, തൊടുന്യായം എന്ന് പറയുന്നത് ആരോപണ വിധേയരായവരുടെ പേരുകൾ ഞങ്ങളുടെ കൈവശമില്ല, പിന്നെ ആർക്കെതിരെ FIR ഇടുമെന്നാണ്. നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും. കാരണം ആത്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അവരെ പേടിച്ച് ഭയപ്പെട്ട് ചില ഇൻഡിക്കേഷൻസ് ആണ് കൊടുക്കുന്നത്. ഈ ജസ്റ്റിസ് ഹേമ അത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ 15 പവർഫുള്ളായ ഈ 15 പേരുടെ ഗ്രിപ്പ് മലയാള സിനിമയിലെ അതിലൊരാളാണ് ആത്മയുടെ പ്രസിഡന്റ്. അദ്ദേഹം മന്ത്രിയാണ്. അത് തന്നെയല്ല, ഇതിനകത്ത് ആ ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ വെളിവായിരിക്കുന്നത് സെക്ഷൻ ഇപ്പോഴത്തെ പുതിയ ന്യായ സംഹിതയിലെ 74 അസാൾട്ട് ടു ക്രിമിനൽ ഫോഴ്സ് ടു വിമൻ, അത് 5 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷയുള്ളതാണ്. 354 ഫിസിക്കലായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സാധാരണ അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അൺവെൽക്കം സെക്ഷൽ ഓവർച്ചർ അല്ല ചേഷ്ടകൾ കാണിച്ചിട്ടുണ്ട്, സെക്ഷൽ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്,
അതൊക്കെ ഒഫൻസ്, അതൊക്കെ 3 years കൺവിഷൻ വരുന്നതാണ്. സെക്ഷലി കളേഡ് റിമാർക്സ് പറയുന്നുണ്ട് അവര്. പിന്നെ റേപ്പ് ഉണ്ടായെന്നാണ് പറയുന്നത്. അത് അറ്റംപ്റ്റ് റേപ്പ് ആണെങ്കിലും ശരി, അതൊക്കെ ഒരു ഗ്രേവ് ക്രൈമിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്, ത്രട്ടണിങ്, ഇന്റിമിഡേഷൻ ത്രട്ടണിങ് ഉണ്ടായിട്ടുണ്ട്. 509 അല്ലെങ്കിൽ ഇപ്പോഴത്തെ 79 പുതിയ നിയമം. അപ്പൊ അതുകൊണ്ട് ആ സോഷ്യൽ മീഡിയയിൽ ഇവരെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ മോഡസ്റ്റി ഓഫ് ഹ്യൂമൻ, സ്ത്രീത്വത്തെ അവമാനിക്കലുണ്ട്, ഇൻസൾട്ട് ഉണ്ട്. അപ്പൊ ഇതുങ്ങൾക്ക് ഭയപ്പെട്ടിട്ടാണ് അവര് ഇങ്ങനെ എന്തായാലും മൊഴി കൊടുത്തിരിക്കുന്നു. അതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്, അതിന് നടപടി എടുത്തേ പറ്റുള്ളൂ. അതിനകത്ത് ചില ആൾക്കാരുടെ പേര് പറയാൻ പേടിച്ചിട്ട് അവർ അഭിനയിച്ച ചില രംഗത്തെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല, എങ്കിലും മറ്റു രീതിയിൽ വന്നു കിട്ടിയതാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ. അപ്പം ഇതിനകത്തുനിന്ന് ഒളിച്ചു മാറാൻ സർക്കാരിന് കഴിയില്ല. സർക്കാരിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായി പോയാലും ശരി, ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നിയമസംരക്ഷണം കിട്ടും. ഹൈക്കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കും. പല ആൾക്കാരെ മലയാളത്തിലെ ഈ 15 പേരുടെ കാര്യം, ഈ ഗ്രൂപ്പിന്റെ കാര്യത്തെപ്പറ്റി അതിലെ മുൻനിര നിൽക്കുന്ന 2 പേരുടെ കാര്യം സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്. അത് നമ്മൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലാസിക്കലായിട്ട് സർക്കാസ്റ്റിക്കായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം വലിയ വടവൃക്ഷത്തിന്റെ ആൽവൃക്ഷത്തിന്റെ ചോട്ടിൽ വളരുന്ന പുല്ല് ചെടികളൊന്നും വളരില്ല. മലയാളത്തിലെ 2 നടന്മാരുടെ പേരെടുത്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം. ആ മുന്തിയ 2 നടന്മാരുമാണ് മലയാളത്തിലെ മറ്റ് താരങ്ങൾ വളരാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ. ആ കൂടെ 3ാം സ്ഥാനമാണ് ഇപ്പോഴത്തെ എറണാകുളത്തെ അതിജീവിതയെ പീഡിപ്പിച്ച കേസിനകത്തുള്ള പ്രതി, അതിന്റെ ഗൂഢാലോചനയല്ലേ. അപ്പൊ 15 പേര് വ്യക്തമാണ് എല്ലാവർക്കും. അത് ആ സ്ത്രീകളുടെ അല്ലെങ്കിൽ ആ WCCയിലെ അംഗങ്ങൾ കൊടുത്ത മൊഴിക്കകത്ത് ഇൻഡയറക്റ്റ് ആയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും കോടതി അത് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോഗ്നിസസ് ഒഫൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് എം. അങ്ങനെയാണെങ്കിൽ കേസെടുക്കേണ്ടി വരും. ഓരോരുത്തരും ഒരു കേസല്ല, പലരുടെയും പേര് കേസെടുക്കേണ്ടി വരും. ഞാനിത് പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ഞാൻ തുടക്കത്തിലെ 1-2 സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ പുകിലിനി കാണാൻ പോകുന്ന ആ വാക്ക് തന്നെ ഞാൻ ഉപേക്ഷിച്ചു പറഞ്ഞത്. പുകില് കാണാൻ പോകുന്നത്, പുകില് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ നേരത്തെ ശ്രീ സജി നന്ദിയാട്ടിനെ അഭിനന്ദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെയും ഈ സിനിമാ സംഘടനകളുടെയും ഒന്നും നിലപാട്, അവരുടെ മൊഴികളൊന്നും എടുത്തിട്ടില്ല ഹേമ കമ്മിറ്റി, അതങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, മൊഴികൾ എടുക്കേണ്ടതായിരുന്നു എന്ന്. പക്ഷെ വാസ്തവം അങ്ങനെയല്ല. നേരത്തെ ഇക്കാര്യം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം നടപടിക്രമങ്ങളാണ് ഹേമ കമ്മിറ്റി ഇതിനുവേണ്ടി സ്വീകരിച്ചത് എന്ന്. അതിനോട് സഹകരിക്കാതിരുന്നത് ഈ സിനിമാ സംഘടനകൾ തന്നെയല്ലേ? അവർക്ക് മൊഴി കൊടുക്കുവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ മേഖലയിൽ നടക്കുന്ന ഒരു തെളിവെടുപ്പാണ്, അവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു പഠനമാണ്. അതിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് അവർ തന്നെയായിരുന്നു. അവരത് ചെയ്തില്ല. എന്നിട്ടിപ്പോൾ ഞങ്ങളുടെ മൊഴി എടുത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ അഭിനന്ദനം വേണ്ട ശ്രീ ജോർജ് ജോസഫ്? അല്ല, അഭിനന്ദനത്തിന്റെ അല്ല ഞാൻ പറഞ്ഞത്. കാരണം അമ്മയുടെ ഭാരവാഹികളെ അന്ന് വിളിക്കട്ടെ, അവരെന്താ പറയുന്നത് കേൾക്കാവല്ലോ. പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ജസ്റ്റിസ് ഹേമ കമ്മീഷന് അധികാരമില്ല. ഈ വിക്ടിംസ് പറഞ്ഞ മൊഴി അനുസരിച്ച് അവരോട് ചോദിക്കാൻ കഴിയില്ല. അത് ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടാണ്. അപ്പൊ അത് നടക്കത്തില്ല. പക്ഷെ അവരുടെ ഭാഗങ്ങൾ ഇത് വെച്ചല്ല ചോദിക്കണ്ടേ. അവർ ഇതേപ്പറ്റി മലയാള സിനിമയിലെ WCC അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സെക്ഷലായിട്ടുള്ള അവരോടുള്ള അവഹേളനം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് ജനറലായിട്ട് ചോദിച്ചിട്ട് അമ്മയുടെ ഭാരവാഹിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാമായിരുന്നു. അവർക്ക് നോട്ടീസ് കൊടുത്ത് വരുത്താമായിരുന്നു. അതുപോലെ തന്നെ ഈ ഫിലിം ചേംബറിന്റെ ആൾക്കാരെയും അവർ സഹകരിച്ചാലും ഇല്ലെങ്കിലും ശരി അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെ വരുത്താമായിരുന്നു. എന്നിട്ട് പൊതുവായ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതിനൊപ്പം അവരുടെ ഭാഗം കൂടെ കേട്ടു എന്നാവും. ഇങ്ങനൊരു ആക്ഷേപം വരില്ല. ഇതൊരു 1 സൈഡഡ് ആണ് എന്ന് പറഞ്ഞിട്ട് പലരും പ്രസ്താവന ഞാൻ കണ്ടു. അപ്പൊ അതിന് നമുക്ക് നീതി അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഭാരവാഹി ഫിലിം ചേംബറിലെ ടെക്നിക്കൽ സൈഡിൽ വളരെയധികം സംഘടനകളുണ്ട്. എല്ലാവർക്കും ഓരോ നോട്ടീസ് കൊടുക്കായിരുന്നു. കാരണം അവര് കൊടുക്കുമ്പം അവരും ചിലപ്പോൾ ഈ മഹാനടന്മാർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നും വരും. അത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള എവിഡൻസുമായി. പക്ഷെ ഇവര് പറയുന്ന ആരോപണം ഇത് ആ WCCയുടെ മാത്രമേ കേട്ടുള്ളൂ, ആർക്ക് വേണമെങ്കിലും വരാം, അവിടെ മൊഴി കൊടുക്കാമെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഉത്തരവാദിത്തപ്പെട്ട അമ്മയുടെ ആൾക്കാരുണ്ട്. ഞാൻ പറയണ അമ്മയുടെ, ഞാൻ 1-2 സ്ഥലത്ത് പറയുകയും ചെയ്തു, അമ്മയുടെ ശക്തി കുറയ്ക്കണം. കാരണം അമ്മയുടെ അവിടെ അവശ്യ കലാകാരന്മാർക്ക് തീർച്ചയായിട്ടും അവർ ചില പെൻഷൻ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതേ സമയത്ത് ആ പണം സർക്കാർ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിരുന്ന
അവിടുത്തെ ടാക്സിന്റെ ഒരു ചെറിയ വീതം വെച്ചാൽ ഇവർ കൊടുക്കുന്ന എമൗണ്ട് സർക്കാരിന് കൊടുക്കാം. സർക്കാർ തീർച്ചയായിട്ടും അത് കൊടുക്കുന്നതാണ് നല്ലത്. ധാരാളം പേര് കലാകാരന്മാരെ നമ്മൾ കാണുന്നുണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ല. അവര് നിലനിൽക്കുന്ന അമ്മയുടെ വരുമാനത്തിൽ നിന്നുള്ള ചില സംഖ്യകൾ കൊടുക്കുന്നുണ്ട്. അത് സർക്കാർ ഏറ്റെടുക്കണം. കാരണം അമ്മയുടെ ശക്തി കുറയ്ക്കേണ്ടത്. കാരണം ഈ 15 പേര് പല യുവ നടന്മാർക്കും വളരാനുള്ള അവസരം മലയാള സിനിമയിലില്ല. കാരണം ഇവര് ചില നടന്മാര് അവരുടെ കൺട്രോളിലാണ് സിനിമയുടെ പ്രൊഡക്ഷനും അഭിനയ നേതാക്കളെ നിശ്ചയിക്കേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നവരാണ്. അങ്ങനെയാണല്ലോ നമുക്ക് അതിജീവിതയുടെ പ്രശ്നം വേണ്ടത്. അവരെ എത്ര സിനിമയിൽ നിന്ന് ഔട്ടാക്കി. അതിന്റെ ഈ 15 പേരിൽപ്പെട്ട ഒരാളാണല്ലോ അതിന്റെ 8ാം പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ നന്നാകാനുള്ള നല്ല ഉദ്ദേശത്തോട് ഗവൺമെന്റ് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അമ്മയുടെ ഇത്രയും പവർഫുള്ളായ അഭിനയ നേതാക്കന്മാരുള്ള ആ 15 പേരുടെ ശക്തി കുറയ്ക്കണം. അങ്ങനെ ഒരാൾ ഒരു മന്ത്രിസഭയിൽ എടുക്കാൻ പാടില്ല. ഒരു MLA ആയിട്ട് ഒരാളും ഉണ്ട് ഇതിന്റെ കൂടെ, ഈ 15 പേരിലെ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്, പച്ചയായ സത്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ഈ WCCയിലെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനും പുതിയ പുതിയ താരങ്ങൾ വരുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ഒരു സംവിധാനത്തോടു കൂടി വേണം ഇനി മുന്നോട്ട് പോകാൻ. അമ്മ പോലെയുള്ള ഒരു സംഘടനയെ ഒരിക്കലും അവിടെ ചില മെമ്പർഷിപ്പ് എടുത്തിട്ട് അവരെ വയസ്സുകാലത്ത് പ്രൊട്ടക്ട് ചെയ്യും. അവിടെ ഇപ്പം ചേരുന്ന അതിന്റെ നേരത്തെ പ്രശ്നത്തെ പറ്റി വലിയ ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഉഷ എന്ന ഒരു പഴയ നടി ഇപ്പോഴും അതേപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെയല്ല, അമ്മയുടെ അവിടെ ചേരണമെന്നുണ്ടെങ്കിൽ ഈ പാവങ്ങൾ 1.5 ലക്ഷം രൂപ അവിടെ ഫീസ് കൊടുത്തെങ്കിൽ അവിടെ ഒരു അഡ്മിഷൻ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ശരി ശരി ശ്രീ അബിൻ വർഗി ഇപ്പോഴും ശ്രീ ജോ ജോസഫ് പറയുന്നത് ആ എല്ലാവരെയും കേൾക്കുന്നതിൽ ഒരു താല്പര്യം കാട്ടിയില്ല എന്നാണ് ഹേമ കമ്മിറ്റി. അതുകൊണ്ടാണല്ലോ ഈ ICCയുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ നേരത്തെ സജി അതിനകത്ത് പറഞ്ഞിരുന്നു, ഈ അമ്മയിൽ ചോദിച്ചിരുന്നുവെങ്കിൽ അതിന്റെ നിജസ്ഥിതി അറിയാമായിരുന്നു, അവരുടെ ഭാഗം കൂടി അറിയാമായിരുന്നുവെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പരത്തി ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും മൊഴി നൽകാം എന്ന് പറഞ്ഞതല്ലാതെ ആ ഇന്ന ആളുകളിൽ നിന്ന് മൊഴിയെടുക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ലേ ഹേമ കമ്മിറ്റിയിൽ നിന്ന്? മഞ്ജുഷ, എനിക്ക് ഹേമ കമ്മിറ്റി ആരെയൊക്കെയാണ് വിളിച്ച് മൊഴി കൊടുത്തതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 13, 14, 15 പോയിന്റുകളിലായി അവർ നേരിട്ട ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞ് അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവർ പത്രത്തിൽ പരസ്യം കൊടുത്തു, ഞങ്ങളിങ്ങനെ ഒരു കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട് ഈ മേഖലയെക്കുറിച്ച് പഠിക്കാനാണെന്ന്. ആരും വന്നില്ല. പിന്നീട് അവർ ഫോണിൽ വിളിച്ചു, പിന്നീട് അവർ നോട്ടീസ് സെർവ് ചെയ്തു, പിന്നീട് അവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ പല സംഘടനകളുടെ ആളുകൾ ക്വിറ്റ് ചെയ്തു പോയി. ഇങ്ങനെയൊക്കെ പറയുന്ന അവരുടെ റിപ്പോർട്ടാണ് എനിക്കറിയാവുന്നുള്ളൂ. പിന്നെ ഞാൻ കേട്ടതിന് പ്രകാരം, എനിക്കറിയില്ല വാസ്തവമാണോ എന്ന്, അമ്മ സംഘടനയുടെ പ്രതിനിധികൾ ഇതിനകത്ത് മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ എന്റെ അറിവ് തെറ്റായിരിക്കാം, സബ്ജക്ട് ടു കറക്ഷൻ ആണ്, എനിക്കറിയില്ല, ഞാൻ കേട്ടതിന് പ്രകാരമാണ്. അപ്പോ ഇത്രയും വലിയൊരു പ്രോസസ്സ് നടത്തിയിട്ട് മൊഴി കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ശ്രീ സജി നന്ദ്യാട്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ വാദം ശരിവെക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് അവരെന്തേ ഈ കാര്യം പറയാത്തത്? അവർ കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് എന്നാൽ ഞങ്ങൾക്കൊരു അവസരം തന്നില്ല ഹേമ കമ്മിറ്റി. കാരണം ഹേമ കമ്മിറ്റിയിൽ ഉള്ളത്, അതിന്റെ റിപ്പോർട്ടിൽ ഉള്ളത് എന്താണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നല്ലോ. അതൊരു ഈ സിനിമാ മേഖലയെ പഠിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ തങ്ങളുടെ മൊഴി എടുത്തില്ല എന്ന് 4.5 കൊല്ലമായി ഇവർ പരാതി പറയാതെ ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഇവർ പരാതി പറയുന്നത്. അപ്പോൾ അതിനകത്തേക്കുള്ളൊക്കെ ഇന്റൻഷൻ വളരെ വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഈ മോഹഭംഗം വന്ന കുറച്ച് ആക്ടേഴ്സ് ആണ് എന്നൊക്കെ പറയും. നമുക്കിതിനകത്ത് ആക്ടർമാരെ എല്ലാവരെയും ഇതിന്റെ കരിനിഴലിൽ വീഴ്ത്തണമെന്നില്ല. ഞാനത് വളരെ വ്യക്തമായിട്ട്, 1000കണക്കിന് നല്ല ആളുകളുള്ള ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിലെ വളരെ ചെറിയ ആളുകളായിരിക്കാം ഈ തെറ്റുകൾ ചെയ്തിരിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്തവർ പുറത്തു വന്നാൽ മറ്റാളുകൾ ഇവിടെ എല്ലാം ശരിയായി അവർ നല്ലവരായിട്ട് ഈ ജനത്തിന്റെ മുമ്പിൽ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മോഹഭംഗം വന്ന ആക്ടേഴ്സ് ആണ് എന്നൊക്കെ പറയുമ്പോൾ പാർവതി തിരുവോത്ത് മോഹഭംഗം വന്ന ആക്ടറാണോ? ഇപ്പൊ കഴിഞ്ഞ ഉള്ളൊഴുക്കിൽ പോലും ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡിലേക്ക് പരിഗണിച്ച പാർവതി തിരുവോത്തിനെ പോലുള്ള അങ്ങനെയുള്ള ആളുകൾ മോഹഭംഗം വന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടിരിക്കുന്ന ഒരു സാധാരണ സിനിമാ പ്രേക്ഷകന് വിശ്വാസയോഗ്യമല്ലാത്ത വാദങ്ങളാണ് ഇവർ നിരത്തുന്നത് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇതിനകത്ത് കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകണം. ഈ ഫീൽഡിൽ ഏതായാലും ഇതുപോലെയുള്ള തെറ്റായ മാർഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വ്യക്തതയുണ്ട്. അത് സിനിമാ മേഖലയ്ക്കുമുണ്ട്, പോലീസിനുമുണ്ട്, സർക്കാരിനുമുണ്ട്, പൊതുജന സംഘടനകൾക്കുമുണ്ട്, പൊതുജനത്തിനുമുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനകത്ത് 15 പേരുടെ പവർ ഗ്രൂപ്പാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും വ്യക്തത കുറവുമില്ല. അപ്പൊ അതുകൊണ്ട്
ആ മേഖല ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് ശുദ്ധീകരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ മേഖലയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ച അവരുടെ കേസുകളിൽ വ്യക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് ആ മേഖലയ്ക്ക് ഒരു താക്കീതും വാണിംഗും കൊടുക്കേണ്ടതാണ്. ഇനി ഇങ്ങനെ നടന്നാൽ ഇതുപോലുള്ള നിയമവഴികൾ പോകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖല ശരിയാവും. കാരണം എന്താ സിനിമാ രംഗത്ത് തന്നെയുള്ള ഒരു താരം പാർവതി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി പാർവതി, ഇതിപ്പോൾ സർക്കാരിന്റെ ഇന്ന് ഹൈക്കോടതിയിലുള്ള നിലപാട് എന്ന് പറയുന്നത് താങ്കൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരാതിയില്ല, അതുകൊണ്ട് ആർക്കെതിരെയും കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് മുദ്രവെച്ച കവറിൽ പൂർണ്ണമായ റിപ്പോർട്ട് ഹാജരാക്കുക എന്ന്. താങ്കൾ ഈ നിലപാടിനോട് എങ്ങനെയാണ് യോജിപ്പുണ്ടോ? ഈ സർക്കാരിന്റെ ഈ പരാതിയില്ല, അതുകൊണ്ട് ആർക്കെതിരെയും ഒരു നിയമ നടപടി സാധ്യമല്ല എന്ന്? അത് ബേസിക്കലി ആദ്യകാലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യം കമ്മീഷനായിരുന്നു. കമ്മീഷനാണെങ്കിൽ അതിനകത്ത് പരാതിയും അത് ഗൗരവതരമായ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുമായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കമ്മിറ്റി, വെറുതെ ഒരു സർവേ റിപ്പോർട്ട് പോലെ ഉള്ളൂ അത്. ആക്ച്വലി ഒരു പഠന റിപ്പോർട്ട് അത്രയും നിലവാരത്തിലേക്ക് ആയി പോയത് കൊണ്ടാണ് അതിനെ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കേണ്ടതില്ലാത്തത് വരുന്നത്. ഒരു സർക്കാരും അങ്ങനെ ഒരു ഇക്വിലിബ്രിയം തെറ്റിക്കുന്ന കാര്യം ചെയ്യില്ല. രണ്ടിൽ ഒരാൾ കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഇപ്പൊ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റേപ്പോ, അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള നിർഭയ പോലെ ഒരു കൊലപാതകമോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമേ ഒന്ന് അനങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പൊയ്ക്കോട്ടെ, കഴിയുന്നതും ഈ പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ ഒരു ബ്രഷിങ് കണ്ടത് ക്യാപ്പറ്റ് പോലെ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലുണ്ട്. പക്ഷെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പോലെ ഇങ്ങനെ അങ്ങനെ ഹേമ മാമിന്റെ ഇതിലില്ല. പക്ഷെ മാധ്യമങ്ങൾ അത് പുറമെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ മേഖല മുഴുവൻ വേട്ടക്കാരാണ്, ഇത് മുഴുവൻ വേട്ടക്കാരാണ്. അങ്ങനെയല്ലല്ലോ ശ്രീമതി പാർവതി, അങ്ങനെ മാധ്യമങ്ങൾ എത്തിച്ചതാണല്ലോ ആണോ? ഇങ്ങനെ റിപ്പോർട്ടിൽ തന്നെ മൊഴികളുടെ രൂപത്തിൽ വരുമ്പോൾ മൊഴികളുടെ രൂപത്തിൽ വരുമ്പോൾ അത് എങ്ങനെയാണ്? അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ശ്രീമതി പാർവതി. ഇത് കാർപ്പറ്റിന്റെ അടിയിൽ മൂടി വെക്കാനുള്ളതല്ലല്ലോ. അല്ലല്ല, പരാതികളുണ്ട്. ഞാൻ പറഞ്ഞ പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ മുഴുവൻ സ്ത്രീകളും പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച വരാൻ പാകത്തിനുണ്ടായ ഒരു ബാലൻസ്ഡ് അല്ലാത്ത ഒരു സെക്ഷൽ ആക്ടിലോട്ട് മാത്രം വിരൽ ചൂണ്ടുന്ന ക്രൈമിന് മാത്രം വിരൽ ചൂണ്ടുന്ന ഒരു ചർച്ചയിലോട്ട് പോയപ്പോ ഈ സിനിമയിൽ മേഖലയിൽ നിൽക്കുന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ കൂടുതൽ അരക്ഷിതരായി. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ അനുഭവം പറയുന്നതേ. അപ്പോൾ അത് എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് ശ്രീമതി പാർവതി? ഇങ്ങനെ ഇതൊരു സ്റ്റഡി, വെറുതെ ഒരു സ്റ്റഡിയല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ ഒന്നെങ്കിൽ അത് കമ്മീഷൻ ആയിരിക്കണമായിരുന്നു, മനസ്സിലായോ? അപ്പൊ അത് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക്. അപ്പോ ഇപ്പൊ അത് അങ്ങനെ അല്ല. ഞങ്ങളൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. സത്യം ഹേമ കമ്മീഷൻ എന്നുള്ളത് പെട്ടെന്ന് ഒരു ദിവസം കമ്മിറ്റി ആയിട്ട് വാർത്തകൾ വരുന്നു. കുറെ വർഷം മുമ്പാണ്. അപ്പൊ ഇതിന്റെ കമ്മിറ്റി ആയി പോയത് ഇതിന്റെ. അപ്പൊ പിന്നെ ഇനി ഇത്രേ ഉള്ളൂ, ഇതിന്റെ വാല്യൂ ഇത്രേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ അന്നേ വിചാരിച്ചിരുന്നു. ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഇപ്പൊ പെട്ടെന്ന് ഇത് പുറത്ത് വന്നതിന് ശേഷമുള്ള ഒരു അത്ഭുതമോ ഞെട്ടലോ അല്ല. അപ്പൊ ഇത്രേ ഉണ്ടാവുള്ളൂ എന്നൊരു പ്രതീക്ഷ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇതേ ഉണ്ടാവുള്ളൂ, ഇനിയിപ്പോ എന്തുണ്ടാവാനാ എന്നൊരു കാര്യം നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈ ഇരകൾ അങ്ങനെ നിൽക്കട്ടെ എന്ന രീതിയിലാണല്ലോ ശ്രീമതി പാർവതി. ഇതിനകത്ത് ഒരു കോൺക്ലേവ് നടത്തുമെന്ന് പറയുകയാണ്. അങ്ങനെ കോൺക്ലേവ് നടത്തിയിട്ട് എന്ത് കാര്യമാണ് ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്? കോൺക്ലേവ് കൊണ്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ എന്താ പറയാ, വളരെ പവർഫുൾ ആൾക്കാരാണ് സിനിമയുടെ. ഇപ്പോ ഇന്നലെ ഒരു ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചേംബറിലൊക്കെ. അപ്പൊ അവിടെയൊക്കെ അവര് പ്രസംഗിക്കുന്നത് ഇത് സിനിമയ്ക്കകത്തുള്ള സ്ത്രീകൾക്കല്ല ഈ പ്രശ്നം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ശ്രീ സജി നന്ദിയായിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വായിക്കാൻ സാധിച്ചത്. അപ്പൊ ബാക്കി അനുഭവിച്ച സ്ത്രീകളൊക്കെ സിനിമയിലേ ഇല്ല എന്ന്. അപ്പൊ സിനിമയിലുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ പ്രശ്നങ്ങളില്ല, സിനിമയിൽ ഇല്ലാത്ത കുറച്ച് പേർക്ക് മാത്രമാണ് ഈ പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഇതൊരു കണ്ണട ചിരട്ടാക്കാനുമല്ല ഞാൻ പറയുന്നത്. കണ്ണട ചിരട്ടാക്കാൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങളില്ല എന്ന് പറയാനും ഒന്നുമല്ല. പക്ഷെ ദർ ഇസ് എ ബാലൻസ്. കാരണം നമുക്ക് സിലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സിനിമ. നമുക്ക് ഒരിടത്ത് പോകുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലേ, നമുക്ക് ഈ സിനിമ വേണ്ട എന്ന് വെക്കാൻ പറ്റും. അത് നല്ല ഇടങ്ങളും ഉണ്ട്, അവിടെ പോയി നമ്മൾ സിനിമ ചെയ്യുന്നു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. നമ്മളൊരു സിനിമയിൽ പെട്ടുപോകുന്ന അവസ്ഥ വളരെ ചുരുക്കമാണ് സംഭവിക്കുന്നത്.
പക്ഷേ ശ്രീമതി പാർവതി ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം ഇപ്പോൾ ഈ കമ്മീഷനാണ് കമ്മിറ്റിയാണ് എന്തുമായിക്കോട്ടെ, കമ്മീഷൻ മാറി കമ്മിറ്റിയായി, എങ്കിലും ഒരു കോഗ്നിസിബിൾ ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട് എന്ന്, ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആ കമ്മിറ്റിക്കും അറിവായതാണല്ലോ. അത് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അത് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? പറയുന്നത് ആ പേജിൽ മറച്ചു വെച്ചില്ലേ? അത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ജനങ്ങൾ ചോദിച്ചിട്ട് തന്നില്ലല്ലോ, വിവരാവകാശ കമ്മീഷൻ തന്നില്ലെന്നോ സർക്കാർ തന്നില്ലെന്നോ ഓരോ പറയുന്നു. ഇപ്പൊ ഹൈക്കോടതി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചെയ്യാൻ പറ്റും. നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ ആവശ്യപ്പെടാതിരിക്കുന്നുണ്ടോ എന്ത് കാര്യമാണ് ഉള്ളത്? ശരി, നന്ദി ശ്രീമതി. ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ശരി, നന്ദി ശ്രീമതി പാർവതി. എന്തായാലും പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത സജി നന്ദിയാട്ട്, അദ്ദേഹം ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്നും എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇത് എല്ലാ സംഘടനകളെയും അല്ലെങ്കിൽ മൊഴി നൽകാൻ ഉദ്ദേശിച്ച ആളുകളെ എല്ലാം കേട്ടുകൊണ്ടല്ല ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ്. പക്ഷേ ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സിനിമാ മേഖലയിലെ ആർക്ക് വേണമെങ്കിലും തെളിവ് നൽകുവാനുള്ള അവസരം നൽകിയിരുന്നു, അതിൽ പലരും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്ന രീതിയിലുള്ള പരാമർശം കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ആർക്ക് വേണമെങ്കിലും മൊഴി നൽകാനുള്ള അവസരം ഉണ്ടാക്കിയതാണ്. വാട്സാപ്പ് ഗ്രൂപ്പ് പോലും അതിനുവേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം, അവസരം വിനിയോഗിക്കുന്നവരുടെ മൊഴി മാത്രമേ കമ്മീഷൻ എടുത്തിട്ടുള്ളൂ. അതല്ലാതെ ഈ സജി നന്ദിയായിട്ട് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പരാതി കിട്ടിയാൽ കേസെടുക്കാമെന്ന സർക്കാരിന്റെ നിലപാട് ശരിയാണോ? ശരിയാണ് എന്ന് 27% പ്രേക്ഷകർ, ശരിയല്ലെന്ന് 68%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. അതേസമയം